Potential difference is not the same as potential energy. നിങ്ങൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞോ? Potential energy of a charge Q moved from A to B divided by അമ്മച്ചി കണ്ടാ കൊള്ളാലോ. ഇന്ന് ചക്കപ്പുഴക്കിന് എന്നാ കറി വെക്കുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കായിരുന്നു. ഏതായാലും മീൻ കറിയായി. അമ്മച്ചി ഇതൊന്നകത്തോട്ട് വെച്ചേക്കണേ. ഇങ്ങ താ വെച്ചേ. ഇതിന് നല്ല ഉളുമ്പായിരിക്കും. കല്ലപ്പ് മുഴുവൻ തീരും. നീ ഒരു കാര്യം ചെയ്യുന്ന തൊലി അങ്ങ് പൊളിച്ചേരും. അതൊന്നും സാരമില്ല അമ്മച്ചി, ഞാനേ ഉപ്പിട്ട് കഴിക്കോളാം. എന്റെ മണുകുണാഞ്ചൻ കെട്ടിയവനെ മീൻകറി ഭയങ്കര ഇഷ്ടം. നിന്റെ അമ്മയ്ക്ക് നിന്റെ അപ്പനെ യാതൊരു വിലയില്ല കേട്ടോ. അമ്മച്ചിക്ക് കയ്യിലെന്താടി? തക്കാളിയും തരും മീൻ കഴിക്കാന്നോ? കന്നത്തിൽ മുത്തമിട്ടാൽ വേണം. താടി മീശയും കൊഴിഞ്ഞു പോവും. അതൊന്നും സാരില്ലടാ. നിനക്കെന്തിനാ അല്ലെങ്കിൽ മീശയും താടിയൊക്കെ? നിനക്ക് മീശയും താടി ഇല്ലാത്ത ഭംഗി. എന്താടാ നിങ്ങൾ എന്നെ കൊണ്ടുപോകായിരുന്നത്? എന്നെയും കൂടെ കൊണ്ടുപോടാ. എത്ര നാളായി ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അതൊന്നും ശരിയാവില്ല, അവിടെ കുറെ ആൾക്കാരൊക്കെ തന്നെയാ. അതിനിപ്പം നീയും എബിയും മനോജും ഒക്കെ ഇല്ലേ, പിന്നെന്താ? ശരിയാവില്ല. നീ വലിയ ഡയലോഗ് അടിക്കണല്ലേ, നിനക്ക് ഒറ്റയ്ക്ക് എന്താ? കേട്ടല്ലോ, ഒന്ന് കൊണ്ടുപോടാ. നടക്കൂല അമ്മച്ചി. ഞാൻ അന്നേ പറഞ്ഞില്ല ഇവൻ എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട്, അതുകൊണ്ടാണ് ഇവൻ എന്നെ കൊണ്ടുപോകാത്തേന്ന്. നിന്റെ റൂമിൽ നിന്ന് എനിക്ക് സെന്റ് ഫ്രഷിന്റെ കവർ കിട്ടിയിട്ടുണ്ടോ? എന്താ എനിക്ക് തന്നൂടെ? ഒന്ന് പോയിക്കേ. എടുത്തു വെക്കടാ. അതിനകത്ത് മുഴുവൻ താഴെ പോയില്ലേ? എന്നാ പിന്നെ സോറി പറ. സോറി ഞാൻ പറയില്ല. എന്താണ് ഇത്? അവനല്ലേ ഇത് കാണിച്ചിട്ട് പോയത്? പുഴയിൽ മീൻ പിടിക്കാൻ പോയി വരാനെല്ലാം കിട്ടി, അത്രേ ഉള്ളൂ. ഡിക്ഷണറി വേണ്ടി വരും. മുങ്ങണ്ട, ഞാൻ കണ്ടു. എടി പെണ്ണെ, ആ തുണി എടുത്ത് അപ്പുറത്തോട്ട് വിരിച്ചിട്ട്. അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതോ? രാവിലെ മുതൽ പണിയിരുന്നതാണ് അമ്മ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വല്ല കാളയും അമ്മ കാളക്കാരനും വരുന്നു. എടി കൊച്ചേ, നീ ഈ പറയുന്ന ഭൂതമായതാ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാന്. അതുകൊണ്ടേ എന്റെ പൊന്ന് കാള ചെന്ന് ഈ തുണി എടുത്ത് വിരിച്ചിട്ടിട്ട് പഠിക്കാൻ പോയാൽ മതി കേട്ടല്ലോ. എനിക്ക് വയ്യ. എങ്കിലൊരു കാര്യം ചെയ്യ്, എന്റെ തമ്പുരാട്ടി വന്ന് ദേ മീൻ വെട്ടിക്കോ, ഞാൻ തുണി വിരിച്ചിട്ടോളാം. എന്താ ചെയ്യുന്നു? സമ്മതിക്കൂല. അതെ, ചാച്ചന്റെ തുണിയെ തണലത്തിടണേ. ഓംബ്ര ഒരു ശകലം ബാക്കി വെച്ചൊക്കെ. ആ മോള് കയറി പൊക്കോ, ചാച്ച മരിച്ചോളാം. എടി പൊക്കോടി, ഞാൻ മരിച്ചോളാം. ചാച്ചാ ചാച്ചാ ചാച്ചന്റെ കെട്ടിയോളോട് ഒരു പൊടിക്ക് അടങ്ങിയിരിക്കാൻ പറയണം. എന്തിന്? എന്നെ കണ്ട എന്തേലും ഒരു പണി എടുപ്പിക്കാതെ മനസ്സമാധാനമില്ല ഇതിന്. പഴയ വോളിബോൾ പ്ലെയർ സ്മാഷ് അടിക്കുന്ന പോലെ എന്നിട്ട് അടിക്കുന്നേ. എനിക്ക് മടുത്തി ചാച്ച. അതുകൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ചാച്ചനൊന്ന് ഉപദേശിച്ചേക്കണം.
പിന്നെ ചാച്ചന്റെ തുണി ഒന്ന് തള്ളത്ത് വിരിച്ചിട്ടേക്കണേ. ഇല്ല ആ തള്ള അതും പറഞ്ഞിട്ട് മെക്കിട്ട് കയറാൻ പറ്റും. അയ്യോ അമ്മ ചെന്നാ നീ വരേണ്ടി വരും. ഈ വീടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചൂടെ ചാച്ചാ? നിന്റെ കല്യാണം ആവട്ടെ അപ്പൊ അടിക്കാം. ഓ വേണ്ട. നീ നിന്റെ റൂം ഒറ്റയ്ക്ക് പെയിന്റ് അടിച്ചില്ലേ? അതുപോലെ മൊത്തം അടിക്കേ. ഓ വേണ്ട, എനിക്ക് എന്റെ റൂം അടിച്ചു വരാനുണ്ട്. ഡേടി കൊച്ചിന്റെ മുറിയും കൂടെ ഒന്ന് അടിച്ചു വാരിയിട്ടേക്കണേ.